അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ വഴി വാഴ്വിൽ നിത്യം നിറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ വഴി വാഴ്വിൽ നിത്യം നിറയുന്നു. ഉരുക്കഴിക്കും മാതാവേ, കണ്ണീരൊപ്പും മാതാവേ, കുരുക്കഴിക്കും മാതാവേ, കണ്ണീരൊപ്പും മാതാവേ, ജീവിത വഴിയിൽ തുണയായെന്നും കൂടെ നീ വരണേ. ജീവിത വഴിയിൽ തുണയായെന്നും കൂടെ നീ വരണേ. അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ വഴി വാഴ്വിൽ നിത്യം നിറയുന്നു. അസാധ്യതകളെ സാധ്യമാക്കി മാറ്റുന്ന, തോൽവികളെ വിജയമാക്കി മാറ്റുന്ന, അഭിഷേക ഫലങ്ങൾ സമ്മാനിക്കുന്ന, കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഏറ്റവും പുതിയ അത്ഭുത നൊവേനയിലേക്ക് പ്രിയരെ സ്വാഗതം. പ്രതിസന്ധികൾ തോൽവികളാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ദൈവിക വചനം നമ്മളോട് പറയുന്നു, പ്രതിസന്ധികൾ തോൽവികളല്ല, അത് നിന്നെ വിജയത്തിലേക്കുള്ള, സ്വർഗരാജ്യത്തിലേക്കുള്ള നിന്നെ വളർത്തുന്ന ശുശ്രൂഷയാണെന്ന് തിരിച്ചറിയുക. ഈശോയെയും പരിശുദ്ധ അമ്മ മാതാവിനെയും കൂടുതൽ ആഴത്തിലറിയാനും സ്നേഹിക്കാനുമുള്ള ജയങ്ങളാണ് ഓരോ പ്രതിസന്ധികളുമെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ജനക്കൂട്ടം കല്ലെറിഞ്ഞ് തെരുവുപട്ടിയെപ്പോലെ അവളെ വലിച്ചിഴച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഒരിക്കലും മിശിഹായെ കാണാൻ കഴിയുമായിരുന്നില്ല. മിശിഹായുടെ നെഞ്ചിൻ്റെ ചൂട് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നില്ല. പഴയ നിയമത്തിലെ ഗോലിയാത്ത് എന്ന മല്ലൻ ദാവീദിനെ പ്രതിസന്ധിയിലാക്കിയ മനുഷ്യൻ. പക്ഷേ തിരുവചനം പറയുന്നു, ഗോലിയാത്ത് എന്ന മല്ലൻ ദാവീദിനെ നശിപ്പിക്കാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ദാവീദിൻ്റെ മേൽ അഭിഷേക പകർച്ചയും യുദ്ധവിജയവും ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. പ്രിയ കുഞ്ഞെ, ജീവിതത്തിൽ നിറയെ കുരുക്കുകൾ മാത്രമാണെന്ന് പറഞ്ഞ് ഇനി നീ കരയരുത്. കണ്ണീര് തുടയ്ക്കാൻ നിനക്ക് ഒരു അമ്മയെ സ്വർഗം സമ്മാനിക്കുന്ന അഭിഷേക നിമിഷങ്ങളാണിത്. കുരുക്കഴിക്കുന്ന മാതാവിനെ സ്വർഗം നിനക്ക് നൽകുന്ന കൃപയുടെ മണിക്കൂർ. അവൾ നിന്റെ കുരുക്കുകൾ അഴിച്ചു മാറ്റുന്നവൾ മാത്രമല്ല, നിന്നെ അവളുടെ മകൻ്റെ തിരുവിലാവിലേക്ക്, അവൻ്റെ സ്നേഹച്ചൂടിലേക്ക് നിന്നെ നയിക്കുകയും നിന്റെ പ്രതിബന്ധങ്ങൾ മാറ്റി നിന്നെ സ്വർഗീയ കൃപയിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവളാണ്. കുരുക്കഴിക്കുന്ന അമ്മയുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ഏറ്റവും പുതിയ അത്ഭുത നൊവേന നമുക്ക് ഭക്തിപൂർവം കണ്ണീരോടെ പ്രാർത്ഥിക്കാം. കുരുക്കഴിക്കുന്ന അമ്മ ഈശോ വഴി നിന്നിൽ അത്ഭുതങ്ങൾ തീർക്കും. സ്നേഹപൂർവം സ്റ്റാഴ്സൺ അച്ഛൻ. കന്യേ മാതാവേ, കുരുക്കഴിക്കും അംബിക നീ. അമ്മേ കന്യേ മാതാവേ, കുരുക്കഴിക്കും അംബിക നീ. കണ്ണീരോടെ നിൻ മുന്നിൽ നിൽക്കും മക്കൾക്കാശ്രയമേ. കണ്ണീരോടെ നിൻ മുന്നിൽ നിൽക്കും മക്കൾക്കാശ്രയമേ. അമ്മേ കന്യേ മാതാവേ, കുരുക്കഴിക്കും അംബിക നീ. അമ്മേ കന്യേ മാതാവേ, കുരുക്കഴിക്കും അംബിക നീ.
മിഴിയോടെ എൻ്റെ രോഗപീഡയും എൻ്റെ ജീവിതഭാരവും നിൻ കരങ്ങളിലേകുന്നു. എല്ലാം കൃപയായി മാറ്റണമേ. ഇരുൾ വഴിയിൽ നമ്മെ നീ ദീപമായി തെളിഞ്ഞിടണമേ. നിന്നാമമന്ത്രം എന്നുമെന്നിൽ അത്ഭുതം തീർക്കും. എന്നും എന്നെന്നും അമ്മേ മാതാവേ, എന്നും എന്നെന്നും മക്കൾക്കാശ്രയമേ. അമ്മേ കന്യേ മാതാവേ, കുരുക്കഴിക്കും അംബിക നീ. അമ്മേ കന്യേ മാതാവേ, കുരുക്കഴിക്കും അംബിക നീ. കണ്ണീരോടെ നിൻ മുന്നിൽ നിൽക്കും മക്കൾക്കാശ്രയമേ. കണ്ണീരോടെ നിൻ മുന്നിൽ നിൽക്കും മക്കൾക്കാശ്രയമേ. എന്നും എന്നെന്നും അമ്മേ മാതാവേ, എന്നും എന്നെന്നും മക്കൾക്കാശ്രയമേ. പ്രാരംഭ പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമീൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമീൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനന്ത വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുകയെന്ന് വിലാപങ്ങളുടെ പുസ്തകങ്ങളിലൂടെ ഞങ്ങളോട് അരുൾ ചെയ്ത പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയമകളായ കുരുക്കഴിക്കുന്ന മാതാവിന്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കുരുക്കുകളും അഴിക്കാൻ ഇടവരുത്തണമേ. അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റുലികൊള്ളും. നിനക്ക് ശാശ്വതമായ മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് ചൊല്ലാൻ ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന കാരണമാകട്ടെ. കരുണാനിധിയായ ഈശോയെ, നിന്റെ അത്ഭുത ശക്തി കൊണ്ട് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാവുന്നല്ലോ. അന്ധർക്ക് കാഴ്ച നൽകിയും ചെകിടർക്ക് കേൾവി നൽകിയും പലവിധ വ്യാധികളാൽ ക്ലേശിക്കുന്നവർക്ക് സൗഖ്യം നൽകിയും മരിച്ചവരെ ഉയിർപ്പിച്ചും മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്ന നല്ല ഈശോയെ, നിന്റെ അമ്മയായ കുരുക്കഴിക്കുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിൽ അനേകം അത്ഭുതങ്ങൾ നടക്കാൻ ഇടവരുത്തുമാറാകണമേ. കാനായിൽ സംഭവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോകുന്ന സമയത്തും നിരാശ ജീവിത ശാപമാകുമ്പോഴും പ്രതീക്ഷകൾ അസ്തമിച്ച് ഇടറി വീഴുമ്പോഴും വേടന്റെ കിണിയിൽ കുരുങ്ങിയവരെ പോലെ പാപബന്ധങ്ങളിൽ കുരുങ്ങി നീറുമ്പോഴും ഈശോയെ, അസാധ്യതകളെ സാധ്യമാക്കുന്ന നിന്റെ അത്ഭുത ശക്തി ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന വഴി വെളിപ്പെടുത്തണമേ. അസാധ്യമായതെന്തും സാധ്യമാക്കുന്ന നല്ല ഈശോയെ, നിന്റെ അമ്മയുടെ കരുണയുള്ള കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ജീവിത കുരുക്കുകളും ഇപ്പോൾ ഏൽപ്പിക്കുന്നു. നമ്മുടെ ഈ നൊവേനയുടെ ഈ സമയത്ത്, ഈ ആദ്യ സമയം തന്നെ
നമ്മളുടെ 3 പ്രധാന നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈ 33 ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നിൻ്റെ ജീവിതത്തിലെ കണ്ണീരിൻ്റെ അനുഭവങ്ങൾ, പ്രതിസന്ധികൾ, ചെങ്കടൽ പോലെ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും തൊഴിൽ മേഖലകളിലെ തടസ്സങ്ങൾ, മറ്റ് ശാരീരികമായ രോഗപീഠകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരു വലിയ സൗഖ്യം, അസാധ്യതകൾ സാധ്യമാക്കി മാറ്റുന്ന കർത്താവ് ഇപ്പോൾ ഈ നൊവേന വഴി നൽകാൻ വേണ്ടി നമുക്ക് നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. കുരുക്കഴിക്കുന്ന മാതാവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ മകനായ ഈശോ മിശിഹായുടെ അത്ഭുതം ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ പ്രകടമാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ പ്രിയമണവാട്ടിയായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ എല്ലാ കുരുക്കുകളും നീ ഇപ്പോൾ ഏറ്റുവാങ്ങണമേ. പാപത്തിൻ്റെ ബന്ധനങ്ങളും, കുടുംബത്തിലെ കലഹങ്ങളും, ബന്ധങ്ങളിലെ മുറിവുകളും, രോഗത്തിൻ്റെ വേദനകളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പാടും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ റൂഹായെ നീ സഹായിക്കണമേ. കുരുക്കഴിക്കുന്ന മാതാവേ, നീ അഴിക്കുന്ന ഓരോ കുരുക്കും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കരുണയുടെ അത്ഭുതമായി മാറട്ടെ. നിരാശയിൽ പ്രത്യാശയും, അന്ധകാരത്തിൽ വെളിച്ചവും, വേദനയിൽ സമാധാനവും, പാപത്തിൽ നിന്ന് മോചനവും, കലഹങ്ങളിൽ നിന്ന് ഐക്യവും, കഷ്ടതകളിൽ നിന്ന് ആശ്വാസവും പകർന്നേകുന്ന പരിശുദ്ധാത്മാവേ, കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഞങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ. ഓ കുരുക്കഴിക്കുന്ന മാതാവേ, എൻ്റെ ഹൃദയവും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും എൻ്റെ ഭാവിയും നിന്റെ കാരുണ്യക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്നെ സഹായിക്കണമേ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമീൻ. നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ തിരിച്ചറിയണം, വിശ്വസിച്ച് പരിശുദ്ധ മറിയം വഴി നീ ഒരു പ്രാർത്ഥന നടത്തിയാൽ സ്വർഗം ആ പ്രാർത്ഥന നിഷേധിക്കുകയില്ലെന്ന് തിരിച്ചറിയ. ഏത് പ്രതിബന്ധമായാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്, ആ പ്രതിബന്ധങ്ങളുടെ കെട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അമ്മ മാതാവേ, കെട്ടുപാടുള്ള ജീവിതമാണ് എൻ്റേത്. അതൊരു പക്ഷേ സാമ്പത്തിക മേഖലകളിലുള്ള കെട്ടുപാടായിരിക്കാം, ഏതെങ്കിലുമൊക്കെ രോഗപീഠകളുടെ കെട്ടുപാടുകളായിരിക്കാം, പൈശാചിക ബന്ധനങ്ങളുടെ കെട്ടുപാടുകളായിരിക്കാം, ഏതെങ്കിലുമൊക്കെ നിരാശ നിറഞ്ഞ ആത്മീയതയിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റാത്തതിൻ്റെ അനുഭവങ്ങളായിരിക്കാം. ഇപ്പോൾ ഇതൊരു വിശ്വാസ പ്രമാണം പോലെ നീ മനസ്സിൽ പറയേ. വിശ്വസിച്ചാൽ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുക. പഴയ നിയമത്തിലെ ദാവീദ്, അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെയുള്ളവരും അവൻ്റെ നാട്ടുകാരും എതിർശക്തികളും അവനെ തോൽപ്പിച്ചു. സാമുവേലിൻ്റെ പുസ്തകത്തിലാണ് അങ്ങനെയുള്ളത്. അങ്ങനെ തോൽപ്പിച്ചപ്പോൾ എല്ലാവരും തീർന്നുപോയി ഇവൻ്റെ ജീവിതം എന്ന് പറയുന്ന സമയത്ത് ദാവീദ് ചെയ്യുന്നത് ഇപ്രകാരമാണ്. അവൻ ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കരഞ്ഞു പ്രാർത്ഥിച്ച ദാവീദിൻ്റെ കണ്ണീര് ദൈവം കണ്ട് വചനം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു രാത്രി മുഴുവൻ ദൈവം അവനെ ശക്തിപ്പെടുത്തുകയും ആ തോൽവിയിൽ നിന്ന് അവനെ ജയത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന്. എൻ്റെ കുഞ്ഞ്, നമുക്ക് 3 പ്രത്യേക നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ നീ ഓർത്തോ. ആ 3 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ വഴി നമ്മിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കും. ഓ കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടുമ്പോൾ അഴിയാത്ത കുരുക്കുകൾ പോലും അഴിയുമെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ അസ്വസ്ഥതകളും നിന്റെ മകൻ വഴി എടുത്തു മാറ്റി ഹൃദയ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഈ ആദ്യ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് തന്നെ നിന്റെ ആദ്യത്തെ സങ്കടം പരിശുദ്ധ അമ്മ വഴി ഈശോയെ അറിയിക്കുക. നിന്റെ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ട, ഉറക്കം നഷ്ടപ്പെട്ട മേഖലകളുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രയർ ചൊല്ലിത്തീരുമ്പോൾ നിനക്ക് ശാന്തമായി ഉറങ്ങാൻ, കർത്താവിൻ്റെ മടിത്തട്ടോട് ചേർന്നിരിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ നിയോഗം ഈ സമയത്ത് ഓർക്ക്. ഏതെങ്കിലുമൊക്കെ പൈശാചിക ബന്ധനങ്ങൾ, ഇരുളിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കർത്താവേ, അമ്മയുടെ ഒരു പ്രകാശം, അമ്മയുടെ പ്രകാശത്താൽ ജ്വലിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടനുഭവങ്ങളും
പൈശാചിക ബന്ധനങ്ങളും നിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അന്ധകാരവും ലോകത്തിന്റെ പ്രകാശമായ നിന്റെ മകൻ വഴി ദൈവീക പ്രകാശമാക്കി മാറ്റിത്തരണമേ. സാത്താന്റെ തല തകർത്ത പരിശുദ്ധ മറിയമേ, തിന്മയുടെ സ്വാധീന വലയത്തിൽ നിന്ന് ഞങ്ങളെ അത്ഭുതകരമായി കാത്തുരക്ഷിക്കണമേ. വിവസ്ത്രനായിരുന്ന പിശാചു ബാധിതനെ കർത്താവ് സുഖപ്പെടുത്തി അവന് വസ്ത്രം അണിയിച്ചതുപോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചോ. നീ നഗ്നനാക്കപ്പെട്ട അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുളിൽ വീണുപോയി പിശാച് നിന്നെ ആക്രമിച്ച അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, അതൊരു കുരുക്കായി നിന്റെ ജീവിതത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഈ നൊവേന ചൊല്ലിത്തീരുമ്പോൾ നിന്റെ അമ്മ വന്ന്, പരിശുദ്ധ മറിയം വന്ന് അമ്മയുടെ മകൻ്റെ പുത്തുവസ്ത്രം നൽകി നിന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുക. മൂന്നാമത്തെ ഒരു നിയോഗമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ വ്യക്തിബന്ധങ്ങളൊക്കെ തകർന്ന് നമുക്ക് പലപ്പോഴും ഒക്കെ സങ്കടം ഉണ്ടാകുന്നത് എപ്പോഴും ഇങ്ങനെ സ്നേഹം ലഭിക്കാത്ത അവസ്ഥകൾ, കുടുംബത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥതകൾ, വീട്ടിലൊരു ഉയർച്ചയില്ല എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ. അമ്മയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ മറിയമേ, കുരുക്കഴിക്കുന്ന മാതാവേ, എൻ്റെ കുടുംബം നിന്റെ നസ്രത്തിലെ കുടുംബം പോലെ ഒരു കൃപയുടെ, അഭിഷേകത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, സ്നേഹത്തിൻ്റെ ഒരു ഭവനമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓ കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ മകൻ്റെ സ്നേഹം അത്ഭുതകരമായി പ്രകടമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കൃപയുടെയും വാസസ്ഥലങ്ങളായി മാറട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനന്ത് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനുഷ്യന്റെ പരിശ്രമങ്ങളല്ല, ദൈവത്തിന്റെ ഇടപെടലുകളാണ് പ്രത്യേകത. ദൈവം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നത്? അത് അവൻ്റെ വചനം അയച്ചാണ്. തുടർന്ന് നമ്മൾ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഈ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. 5 വചനങ്ങൾ ഓരോ രഹസ്യത്തിലും നമ്മൾ 5 രഹസ്യങ്ങളായിട്ട് ചൊല്ലാനായിട്ട് ഒരുങ്ങാണ്. മാതാവിൻ്റെ 5 പ്രത്യേകതകൾ പരിശുദ്ധ അമ്മ എന്തൊക്കെ നൽകുമെന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയാണ്. അത് ഓരോ വചനധ്യാനത്തിന് ശേഷവും നമ്മൾ ഓരോ വചനം പറഞ്ഞ് അതിന് ശേഷമായിട്ട് നമ്മൾ അസാധ്യമായതെന്തോ സാധ്യമാക്കുന്ന ഈശോയെ, അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ അസാധ്യതകൾ സാധ്യമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞുള്ള ശുശ്രൂഷയാണ്. തുടർന്ന് നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകത്താൽ നിറയാം. അനേകർ കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. യേശയ്യായോടും ജെറമിയായോടൊക്കെ അവൻ്റെ അതിരത്തിൽ കർത്താവിൻ്റെ വചനം കൊടുത്തു, അത് തേൻ പോലെ മധുരിച്ചു. ഇപ്പോൾ ഒരുപക്ഷെ കയ്പനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. എപ്പോഴും ഇങ്ങനെ കയ്പനുഭവങ്ങൾ, ഒരു നല്ല കാഴ്ച പോലും ഇല്ലാത്തത്. പക്ഷേ കർത്താവിൻ്റെ വചനം നുകരുമ്പോഴും വചനം കാണുമ്പോഴും അതൊരു അഭിഷേക കാഴ്ചയായിട്ട് തീരുന്ന അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും കൃപയോടുകൂടെ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ 5 പ്രത്യേകതകളിൽ ആദ്യ പ്രത്യേകത എങ്ങനെയാണ്? അവൾ സൗഖ്യം നൽകുന്ന അമ്മയാണ്. നമ്മൾ ഈ സമയത്ത് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് 5 വചനങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അഴിയാത്ത രോഗങ്ങളുടെ കുരുക്കുകൾ അഴിക്കുന്ന മാതാവ്, പൂർണ്ണമായ ആരോഗ്യം സമ്മാനിക്കുന്ന കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തളം കെട്ടി നിൽക്കുന്ന എല്ലാ വേദനകളും മുറിവുകളും രോഗപീഠകളും കരുണയുള്ള നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരുന്നും ചികിത്സയും പരാജയപ്പെടുന്നിടത്ത് നിന്റെ മാധ്യസ്ഥതയാൽ മുറിവേറ്റ നിന്റെ മകന്റെ സൗഖ്യം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. അമ്മേ, കുരുക്കഴിക്കുന്ന മാതാവേ, പലവിധ രോഗത്താൽ കണ്ണുനീർ പൊഴിക്കുന്ന ഞങ്ങളുടെ വേദന നീ കേൾക്കണമേ. രോഗികളായവരെ ആശ്വസിപ്പിക്കുകയും ശക്തി നഷ്ടപ്പെടുന്നവർക്ക് പുതുജീവൻ നൽകുകയും ചെയ്യണമേ. അഴിയാത്ത രോഗങ്ങളുടെ കുരുക്കുകൾ നിന്റെ കൈകളിൽ ഞങ്ങളിപ്പോൾ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതം
സൗഖ്യമായി ഞങ്ങളിൽ പ്രകടമാകട്ടെ. തുടർന്ന് 5 തിരുവചനങ്ങൾ, സൗഖ്യത്തിൻ്റെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. മറുപടിയായി അസാധ്യമായതെന്തും സാധ്യമാക്കുന്ന ഈശോയെ, അമ്മയെ കുരുക്കഴിക്കുന്ന മാതാവേ എന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. സങ്കീർത്തനം 103 അധ്യായം 3 തിരുവചനം. എല്ലാ രോഗികളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗപീഠകൾക്ക് ഒരു സൗഖ്യം ഈ നൊവേന വഴി ലഭിക്കാൻ വേണ്ടി സങ്കീർത്തനം 103:3 അഭിഷേകത്താൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. ഏശയ്യ 53:5. നമ്മുടെ കാൽമുട്ടിലെ വേദന, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലുള്ള വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകി കർത്താവെ അവൻ്റെ മുറിവുകളാൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസാധ്യമായ ഈ രോഗം മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായം 12 തിരുവചനം. കർത്താവെ ഉദരസംബന്ധമായ എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു, കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഒരു സൗഖ്യം നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 അധ്യായം 3 തിരുവചനം. ഏതെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മുറിവേറ്റ അനുഭവങ്ങൾ, ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ, ഈ ദിവസങ്ങളൊക്കെ ശസ്ത്രക്രിയക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാവരെയും പരിശുദ്ധ മറിയം വഴി, ഈ വചനം വഴി സൗഖ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ. ജെറേമിയ 30:17. ഈ വചനത്തിൻ്റെ അഭിഷേകത്തോടുകൂടെ ഏതെങ്കിലുമൊക്കെ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടവർ, ഏതെങ്കിലുമൊക്കെ മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നു പോകുന്നവർ, ഉറക്കം നഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളുടെ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ രോഗപീഠകളിൽ നിന്ന് ഈ വചനമയച്ച് കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനന്ത വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. കുരുക്കഴിക്കും മാതാവേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. കുരുക്കഴിക്കും മാതാവേ, അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. ഭാഗ്യവതി നീയെന്നും. ഭാഗ്യവതി നീയെന്നും. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയമകളായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ രോഗപീഠകളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പുത്രനായ ദൈവമേ, അങ്ങയുടെ പ്രിയമാതാവായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ രോഗപീഠകളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ രോഗപീഠകളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. ആമേൻ.
കുടുംബ ബന്ധങ്ങളിൽ വന്ന ബന്ധനങ്ങൾ അഴിച്ചുമാറ്റുന്ന അമ്മ, പൂർണ്ണമായ കുടുംബ സമാധാനം നൽകുന്ന ഈശോയുടെ പ്രിയമാതാവായ കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന വിദ്വേഷത്തിൻ്റെ വേരും സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ഇപ്പോഴിതാ നിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. അമ്മേ, നിന്റെ ഭവനം പോലെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭവനമാക്കി ഞങ്ങളുടെ ഭവനങ്ങൾ മാറ്റാൻ നിന്റെ മകനോട് നീ ഇപ്പോൾ അപേക്ഷിക്കണമേ. അമ്മേ, കുരുക്കഴിക്കുന്ന മാതാവേ, നിന്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ വീട്ടിലെ വഴക്കുകൾ സ്നേഹത്തിൻ്റെ ചിരികളായും അവഗണനയുടെ മതിൽക്കെട്ടുകൾ നീ അഴിച്ചു കളയുകയും ചെയ്യണമേ. നീ കാനായിലെ കല്യാണത്തിൽ ജലം വീഞ്ഞാക്കി സന്തോഷം നിറച്ചതുപോലെ ഞങ്ങളുടെ വീട്ടിൽ നിരാശയെ എടുത്തുമാറ്റി പ്രത്യാശയിലേക്കും വേദനയെ സന്തോഷമാക്കിയും ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം പരിഹരിച്ച് ഐക്യത്തിൻ്റെ ഭവനമാക്കിയും മാറ്റണമേ. നിന്റെ മകൻ്റെ സമാധാനം ഞങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു കവിയാൻ ഇടവരുത്തുമാറാകട്ടെ. ആമേൻ. ലാസറിന്റെ ഭവനത്തിലേക്ക് വന്ന ഈശോയെ, അന്ന് ആ സക്കേവൂസിന്റെ ഭവനത്തിൽ വന്ന് ഇന്ന് രക്ഷ ഈ ഭവനത്തിന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷയുടെ തീരത്തേക്ക് സക്കേവൂസിന്റെ കുടുംബത്തെ നയിച്ച കർത്താവേ, പത്രോസിന്റെ അമ്മായിമ്മയുടെ രോഗപീഠകളുടെ മധ്യേ കടന്നു വന്ന കുടുംബത്തിൽ സമാധാനം നൽകിയ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് പരിശുദ്ധ മറിയം വഴി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുരുക്കുകളും അമ്മ അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മകന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ നമ്മുടെ കുടുംബം നിറയപ്പെടാൻ, കുടുംബത്തിന്റെ 4 അതിരുകളിൽ കർത്താവിന്റെ വചനത്തിന്റെ ഒരു വലിയ കോട്ട കെട്ടാൻ വേണ്ടി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് 5 വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും. അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും. സങ്കീർത്തനം 102:28. നമ്മുടെ കുടുംബത്തിൽ മക്കളില്ലാത്തതിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അബ്രാഹത്തോട് പറഞ്ഞു, നിനക്ക് ഞാൻ മക്കളെ നൽകി അനുഗ്രഹിക്കും. സാറയുടെ കണ്ണീര് കർത്താവ് തുടച്ചു മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുത്ത് ഈ അത്ഭുത നൊവേന തീരുമ്പോൾ ഒരു കുഞ്ഞുവാവയെ നൽകി ഉണ്ണീശോയെ പോലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥമുള്ള നല്ല കുഞ്ഞുങ്ങൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. ലൂക്ക 19:9. ഏതെങ്കിലുമൊക്കെ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ഈശോ വന്നപ്പോൾ ലഭിച്ചതുപോലെ ഒരു രക്ഷയുടെ അനുഭവം ഒരുപക്ഷെ ഇപ്പോൾ കുടുംബത്തോടുകൂടെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നവർ ഇപ്പോൾ ഈ നൊവേനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ആത്മഹത്യയിൽ നിന്ന് പൂർണ്ണമായി അവരെ വിടുവിച്ച് കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കുന്നതിനുള്ള ഒരു സാധ്യതയായി നമ്മുടെ ഭവനങ്ങൾ മാറാൻ വേണ്ടി ഈ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. സഖറിയ 12:10. എന്നും വീഞ്ഞു തീർന്നു പോകുന്ന അനുഭവങ്ങളുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം, കാനായിലെ കുടുംബത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരിക്കലും തീരാൻ പാടില്ലാത്ത കാര്യങ്ങൾ തീർന്നുപോയ, അതുപോലെ നമ്മളുടെ ഭവനത്തിലൊക്കെ നമ്മളുടെ അടുപ്പ് കായാത്ത രീതിയിലൊക്കെ ഉള്ള ദാരിദ്ര്യം നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളില്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ, നല്ല ഭക്ഷണം, നല്ല വിഭവസമൃദ്ധിയുള്ള ഭക്ഷണം നമ്മളുടെ ഭവനത്തിൽ വിളമ്പാൻ കർത്താവെ അങ്ങ് ഇടവരുത്തണമേ. ദാരിദ്ര്യമെല്ലാം ഞങ്ങളുടെ ഭവനത്തിൽ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം വെച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും. സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. യെശയ്യായുടെ പുസ്തകം 32:18. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ അവസ്ഥകളുണ്ടെങ്കിൽ ആ സമാധാനത്തിൻ്റെ അവസ്ഥകൾ, അപ്പൻ്റെ മദ്യപാനം, മറ്റ് കുടുംബ കലഹങ്ങൾ, മറ്റുള്ള ഭവനങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, അതിൻ്റെ പേരിലൊക്കെ വന്നിരിക്കുന്ന കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഏത് മേഖലയാണോ ഇപ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ കുടുംബ സമാധാനം നിറയാൻ വേണ്ടി പരിശുദ്ധ അമ്മേ, നിന്റെ ഭവനം പോലെ നസ്രത്തിലെ ഭവനത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ ഭവനത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു,
അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 2 സാമുവേൽ 7-ാം അധ്യായം 29-ാം തിരുവചനം. കുടുംബ പ്രാർത്ഥന മുടങ്ങിയ ഭവനങ്ങളുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് കൂട്ടായ്മയിൽ നിൽക്കാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മ കുറേ അധികം മക്കൾക്ക് നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നന്നായി ശക്തമായി പ്രാർത്ഥിച്ചോ. ഒരുപക്ഷെ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ചില മക്കൾ തനിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, അവരുടെ വലിയ കണ്ണീരാണ്. പക്ഷെ മക്കൾ പ്രാർത്ഥിക്കണില്ല, മക്കൾ കൂടെ ഇല്ല, ജീവിത പങ്കാളി രാത്രി ഒന്ന് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കണില്ല അച്ഛാന്നൊക്കെയുള്ള കുടുംബങ്ങൾ പരിശുദ്ധ മറിയമേ ഇപ്പോൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ നൊവേനയുടെ അഭിഷേകത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകാൻ, അതുവഴി ദൈവത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ മഴ പോലെ പെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനന്ത വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. കുരുക്കഴിക്കും മാതാവേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. കുരുക്കഴിക്കും മാതാവേ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. ഭാഗ്യവതി നീയെന്നും. ഭാഗ്യവതി നീയെന്നും. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയമകളായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വന്ന ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ. പുത്രനായ ദൈവമേ, അങ്ങയുടെ പ്രിയമാതാവായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വന്ന ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വന്ന ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ. ആമേൻ. പാപബന്ധനത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന മാതാവ്, പൂർണ്ണമായ പാപമോചനം നൽകാൻ ശക്തിയുള്ള മിശിഹായുടെ അമ്മയായ കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ പാപങ്ങൾ ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ ദുർബലതകൾ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതയാത്രയെ തടസ്സപ്പെടുത്തുകയും ഞങ്ങൾ വേടന്റെ കെണിയിൽ കുരുങ്ങിയവരെ പോലെ നിലവിളിക്കുകയും ചെയ്യുന്നു. അമ്മേ കുരുക്കഴിക്കുന്ന മാതാവേ, നിന്റെ മാധ്യസ്ഥത്താൽ നിന്റെ മകന്റെ കരുണാ സമുദ്രത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമേ. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ചു കളഞ്ഞ് മോചനത്തിന്റെ അനുഗ്രഹം ഞങ്ങളിൽ നീ നിറയ്ക്കണമേ. യേശുവിൻ്റെ മേൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിനാൽ പാപം വെടിഞ്ഞ് പുതുജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിന്റെ നിരവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ആ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞ് അവളുടെ കഴിഞ്ഞ കാലങ്ങളുടെ എല്ലാ മുറിവനുഭവങ്ങളും പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും മാറ്റിയ ഈശോയെ, ഈ നൊവേന ചൊല്ലി തീരും മുമ്പേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അങ്ങയുടെ സ്നേഹത്തിൻ്റെ തിരിച്ചൂടിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപാവസ്ഥകളും ഏതൊക്കെ പാപത്തിലൂടെ നീ കടന്നുപോയോ അത് ഈ നൊവേന ചൊല്ലി തീരും മുമ്പ് ഈശോ അതിൽ നിന്ന് പൂർണ്ണമായി ഒരു സൗഖ്യം നിനക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 5 വചനങ്ങൾ, ഈ അഭിഷേക വചനങ്ങൾ അത് പ്രാർത്ഥിച്ചു തീരുമ്പോൾ ഓരോ വചനം പറയുമ്പോഴും നമ്മുടെ ഓരോ പാപാവസ്ഥകളും എടുത്തു മാറ്റണമേ. ഈശോയെ, പരിശുദ്ധ അമ്മ വഴി എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഇനി ഓർക്കുകയില്ല. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 25-ാം തിരുവചനം. എൻ്റെ ഈശോയെ, എൻ്റെ എല്ലാ പാപങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റണമേ. പ്രത്യേകിച്ച് ജഡിക പാപങ്ങളിൽ കഴിയുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവെ, അങ്ങയുടെ ആത്മാവ് എന്നിൽ നിറയുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജഡിക പാപത്തിൻ്റെ അവസ്ഥകളെല്ലാം എടുത്തു മാറ്റി കഴിയുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ പാപങ്ങൾ ഓർക്കുകയില്ലെന്ന്. കർത്താവെ, മേലിൽ ജഡിക പാപം ചെയ്യാതെ കർത്താവിൻ്റെ കൂടെ അങ്ങയുടെ ആത്മാവ് ഉള്ളിലുള്ള ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അതുവഴി പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം പ്രാർത്ഥിച്ച് മാതാവിനോട് ചേർന്ന് ചൊല്ലി കാഴ്ചവെക്കാം. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. സക്രിയായുടെ പുസ്തകം 13-ാം അധ്യായം 1-ാം തിരുവചനം. പാപത്തിൽ കഴിയുന്നവർ മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരു നിർജീവാവസ്ഥയൊക്കെ നമുക്കുണ്ട്. നമുക്കിന്ന് ഈശോയുടെ അടുത്ത് പരിശുദ്ധ അമ്മ വഴി പറയാം, പരിശുദ്ധ അമ്മേ, എനിക്ക് ജീവൻ്റെ സമൃദ്ധിയാണ് വേണ്ടത്. എനിക്ക് മരണത്തിലേക്കല്ല ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം. അതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ പാപാവസ്ഥകൾ, മറ്റുള്ളവരോട് തോന്നുന്ന ദേഷ്യപ്രകൃതി, അതുമൂലം വന്നു പോകുന്ന വലിയ പാപാവസ്ഥകൾ, കൊടിയ ശത്രുതയിൽ കഴിയുന്ന അവസ്ഥകൾ, അത് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണമായ ക്ഷമിക്കാനുള്ള കൃപ, മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ആദരിക്കാനുള്ളൊരു കൃപ, അവരുടെ ഉള്ളിൽ ഈശോയുണ്ട് എന്ന ഒരു സ്നേഹബന്ധം, ഈശോ പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ഹെബ്രായ ലേഖനം 8-ാം അധ്യായം 12-ാം തിരുവചനം. നീതിപൂർവ്വം വിധിക്കാതെ വന്നുപോയ പാപങ്ങൾ, നമ്മൾ നീതിപൂർവ്വം അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്ന, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ മറ്റുള്ളവരോടുള്ള സംസാരത്തിലൊക്കെ കള്ളത്തരങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ നൊവേന വഴി പരിശുദ്ധ അമ്മയുടെ മകൻ്റെ ഒരു സൗഖ്യം നൽകി ഈ പാപം ഇനി മേലിൽ ചെയ്യാതിരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നീതിബോധത്തോടുകൂടെ സത്യസന്ധതയോടുകൂടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. മിക്കായുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം തിരുവചനം. സഭാധികാരികളോടോ സഭയിലുള്ള പ്രത്യേകിച്ച് വൈദികരോട് സന്യസ്തരോടൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ബന്ധനാവസ്ഥകൾ കഴിയുന്ന അവസ്ഥകൾ, പാപകരമായ ഒരു രീതിയിലൂടെ അവരോട് പെരുമാറുന്ന, ആവശ്യമില്ലാത്ത നോട്ടം, ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ സന്യസ്തരോട്, സമർപ്പിതരോട്, വൈദികരോടൊക്കെ വന്നുപോയ അതൊരു വലിയ കൊടിയ പാപമാണ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കർത്താവെ, പരിശുദ്ധ അമ്മ വഴി ഈ നൊവേന ചൊല്ലിത്തീരുമ്പോൾ ഇനി അങ്ങനെ ഒരു ചീത്ത ബന്ധം എനിക്ക് വൈദികരായിട്ടോ സന്യസ്തരായിട്ടോ അതുവഴി എനിക്ക് നരകത്തിലേക്ക് വീണു പോകണ്ട എന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു അസാധ്യതകളെ സാധ്യമാക്കുന്ന അവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം സാധ്യമാക്കുന്ന വൈദികരായിട്ട് സഭയായിട്ട് ഒരു നല്ല ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധരാക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9. ദൈവത്തിന് ഏറ്റവും വലിയ വെറുക്കുന്ന പാപമാണ് അവിശ്വസ്തത. ഇസ്രായേൽ മക്കള് അവിശ്വസ്തരായപ്പോൾ ദൈവം അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാറ്റിക്കളഞ്ഞു. അവർ വിശ്വസ്തതയിലേക്ക് വന്നപ്പോൾ അവരെ അനുഗ്രഹിച്ചു. അതുപോലെ നമ്മൾ ഏതെങ്കിലുമൊക്കെ അവിശ്വസ്തതയോടുകൂടെ പെരുമാറുന്ന, വിശ്വാസം നഷ്ടപ്പെട്ട മേഖലകൾ അതൊരു പാപമായിട്ട് മാറും. അന്യദൈവങ്ങളെയൊക്കെ പൂജ ചെയ്യുന്ന അവസ്ഥകൾ, മറ്റേതെങ്കിലുമൊക്കെ ദുർമന്ത്രവാദങ്ങൾ, അതുപോലെയുള്ള തകിടുകൾ, അതുപോലെയൊക്കെയുള്ള അന്യദൈവങ്ങളെ പൂജിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതുമൂലം വന്നുപോയ പാപങ്ങൾ, അതിൽ നിന്ന് അതൊരു പക്ഷെ പൂർവികരായിട്ടൊക്കെ വന്നുപോയതാവാം. ആ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സാധ്യതകളെ സാധ്യമാക്കുന്ന അമ്മയുടെ മകൻ വഴി എനിക്കൊരു സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനന്ത വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ കുരുക്കഴിക്കും മാതാവേ, ഞങ്ങളെ യോഗ്യരാക്കണമേ കുരുക്കഴിക്കും മാതാവേ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും, ഭാഗ്യവതി നീയെന്നും, ഭാഗ്യവതി നീയെന്നും. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയമകളായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ പാപബന്ധനങ്ങളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പുത്രനായ ദൈവമേ, അങ്ങയുടെ പ്രിയമാതാവായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ പാപബന്ധനങ്ങളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ പാപബന്ധനങ്ങളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. ആമേൻ. പൈശാചിക കെട്ടുകൾ അഴിക്കുന്ന അമ്മ, പൂർണ്ണമായും പിശാചിനേക്കാൾ കീഴിലാക്കാൻ കഴിവുള്ളവന്റെ അമ്മയായ കുരുക്കഴിക്കുന്ന മാതാവേ, ആദിമാതാപിതാക്കളെ വഞ്ചിച്ച തിന്മയുടെ സന്തതി ഞങ്ങളെയും കെണിയിലാക്കിയിട്ടുള്ളത് അമ്മേ നീ അറിയുന്നുവല്ലോ. പിശാചിനെ കൂട്ടുപിടിച്ച നാൾ മുതൽ ഞങ്ങളിൽ അഴിക്കാനാവാത്ത കെട്ടുകളാണ് അധികവും. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഞങ്ങളിതാ അടിമത്തത്തിന്റെ നുകം പേറുന്ന ദുർബലരായ മനുഷ്യരായി ഞങ്ങൾ അധപതിക്കുന്നു. അമ്മേ കുരുക്കഴിക്കുന്ന മാതാവേ, ഘോരസർപ്പത്തിന്റെ തല തകർത്ത് യുദ്ധവിജയം സമ്മാനിച്ച വെളിപാടിന്റെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ പിശാച് തീർത്ത എല്ലാ കെട്ടുകളും നീ വഴി ഈശോ അഴിക്കാൻ കൃപയാകണമേ. അങ്ങനെ ഞങ്ങൾ ദൈവമക്കളായി സ്വാതന്ത്ര്യത്തോടെ മുന്നേറാൻ ഇടവരട്ടെ. ആമേൻ. ആദിമാതാപിതാക്കളെ നശിപ്പിച്ച അതേ സർപ്പം പുതിയ ഭാഷയിലും പുതിയ വേഷത്തിലും പുതിയ രീതിയിലുമൊക്കെ ആധുനിക കാലഘട്ടത്തിലൂടെ കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സമയത്ത് ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ഏതെങ്കിലും പൈശാചിക ബന്ധനങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തുടർന്ന് വരുന്ന 5 വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങളെ വിടുവിക്കുന്ന ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ സമയത്ത് ഒത്തിരി വിശുദ്ധ റഫായി മാലാഖയുടെ നല്ല സംരക്ഷണമുണ്ട്. വിശുദ്ധ റഫായി മാലാഖ അന്ന് ആ തോബിത്തിന്റെ കുടുംബത്തിൽ ഇടപെട്ടതുപോലെ നമ്മുടെ കുടുംബത്തിൽ റഫായി മാലാഖയുടെ മാധ്യസ്ഥത്തോടുകൂടെ പരിശുദ്ധ മറിയം വഴി പിശാചിന്റെ തല തകർക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ ഭവനത്തിൽ വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നൊവേന വഴി അത് വിട്ടുമാറി പിശാചിന്റെ ബന്ധനങ്ങൾ യേശുനാമത്തിൽ പരിശുദ്ധ മറിയം വഴി വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിയമാവർത്തനം 28-ാം അധ്യായം 7-ാം തിരുവചനം. നമുക്ക് കൃപ നിറയുന്നതിന് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള തടസ്സങ്ങൾ, ആത്മീയ കാര്യങ്ങളോടൊക്കെയുള്ള ഒരു മന്ദത, ഇതൊക്കെ പിശാച് തീർക്കുന്ന ഒരു കെണിയാണ്. അവൻ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിന്ന് സർപ്പം ഇങ്ങനെ വായി പിളരുന്നത് പോലെ പിളർന്ന് നമ്മളെ ഇങ്ങനെ അകത്താക്കാൻ നോക്കുന്ന സമയമാണ്. ഈ സമയത്ത് നന്നായി പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെയുള്ള തടസ്സങ്ങൾ അതൊക്കെ പൈശാചിക ബന്ധനങ്ങളാണ്. അതിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം ഈ സമയത്ത് പരിശുദ്ധ മറിയം വഴി സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ മറിയമേ, ഞങ്ങൾ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പിശാചും ഞങ്ങളുടെ മുൻപിൽ ഇനിയും മുന്നിൽ വായി തുറന്നു നിൽക്കുന്നത് പോലെ നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മേഖലകൾ അതെടുത്തു മാറ്റി ദൈവിക കൃപ നിറയാൻ വേണ്ടി നമുക്ക് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. റോമാലേഖനം 16-ാം അധ്യായം 20-ാം തിരുവചനം.
ഒരുപക്ഷെ സ്ഥിരമായ തോൽവിയിലൂടെ കടന്നു പോകുന്നതിൻ്റെയൊക്കെ കാരണം ഏതെങ്കിലുമൊക്കെ പൈശാചിക ബന്ധനങ്ങളാവാം. അപ്പോൾ ഈ സമയത്ത് പിശാചിൻ്റെ തലതകർത്ത പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഈ വചനത്തിലൂടെ കേട്ടതുപോലെ തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാൻ ശക്തിയുള്ള അമ്മയുടെ മകൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയമേ, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ തോൽവികളിൽ നിന്ന് ജയം നൽകി ഞങ്ങളെ പാപത്തിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. മത്തായി 4-ാം തിരുവചനം. ദൈവദൂതന്മാരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ദൈവദൂതന്മാർ വരുന്നതിന് തടസ്സമാണ് പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അത് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പൈശാചിക ബന്ധനങ്ങൾ, കൂടോത്രം പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ പൂർവികരിലൂടെയൊക്കെ അത് വന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഈ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി തീരുമ്പോൾ നമ്മളുടെ എല്ലാ പൂർവീക ബന്ധനങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു പോയി ഏതെങ്കിലുമൊക്കെ പിശാചിന് അടിമ വെച്ചിട്ടുള്ള അവസ്ഥകളുണ്ടെങ്കിൽ അത് മാറ്റി പൂർണ്ണമായ ഒരു സൗഖ്യം നമ്മുടെ തലമുറകളിൽ ഉണ്ടാകാൻ വേണ്ടി, തലമുറകളിൽ ദൈവശക്തി നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിനോട് ചേർന്ന്. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറയോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. 8-ാം 4-ാം തിരുവചനം. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യം നിറയുന്നതിന് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ, നമുക്കറിയാം തോബീത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൻ്റെ ജീവിതത്തിൽ പിശാച് കയറിയപ്പോഴാണ് തോബീത്തിൻ്റെ കുടുംബമൊക്കെ തകരാൻ പോകുന്ന പോലെ അവസ്ഥയുണ്ടായത്. പക്ഷേ തോബിയാസിനെ സഹായിക്കാനായിട്ട് ദൂതന്മാർ കടന്നു വന്ന് പിശാച്, ആസ്മോസ് ദേവൂസ് എന്ന് പറയുന്ന പിശാചിൻ്റെയൊക്കെ ഇങ്ങനെ തല തകർക്കുന്നത് പോലെ, ആ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചതുപോലെ ഇപ്പോൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന അച്ഛനെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. കുറേ മക്കളുടെ ജീവിതത്തിൽ ഈ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം, കുടുംബത്തിലുള്ള വലിയ പൈശാചിക ബന്ധം സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൈശാചിക ബന്ധനങ്ങൾ, ദുരാത്മാക്കളുടെ ശല്യങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. പരിശുദ്ധ മരുന്ന ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, ഈ സമയത്ത് ഈ നന്മ നിറഞ്ഞവരെയും ചിലപ്പോൾ ശക്തമായി പ്രാർത്ഥിച്ചോ. വലിയ അഭിഷേകമാണ് ഇപ്പോൾ ഈ നൊവേനയുടെ ഈ സമയത്ത്. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിശാചികൻ അച്ഛനിങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ ഓടിപ്പോകുന്നതാണ് കാണുന്നത്. സന്തോഷത്തോടുകൂടെ മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവിശേഷമാക്കുകയും ചെയ്യും. 2 തെസ്സലോനി 2-ാം 8-ാം തിരുവചനം. ഈശോയോട് പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കാം. മനുഷ്യന് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. പൈശാചിക ബന്ധനങ്ങൾ തീർക്കാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശോയുടെ തിരുരക്തം കൊണ്ടാണ് ആ അവസ്ഥയിൽ ഒരു സൗഖ്യം കിട്ടുന്നത്. ഈ സമയത്ത് ഈശോയെ, എൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. കുറേ വർഷങ്ങളായുള്ള ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന എൻ്റെ കുടുംബം, പിശാചിൻ്റെ കുടുംബം പോലെയായ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ പരിശുദ്ധ മറിയം വഴി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എൻ്റെ കുടുംബത്തിൽ ഈശോയുടെ രക്തത്തിൻ്റെ ഒരു ശക്തിയാൽ പിശാച് വിട്ടുമാറട്ടെ. കുരിശിന്റെ ചോടെ, ആ ഗോൽഗോൽത്ത എന്ന് പറയുന്ന പിശാചിന്റെ താഴ്വരയിൽ കർത്താവിന്റെ രക്തം വന്ന് നിറഞ്ഞപ്പോൾ, കർത്താവിന്റെ രക്തം നിറഞ്ഞപ്പോൾ ഗോൽഗോൽത്ത അഭിഷേകത്തിന്റെ സ്ഥലമായതുപോലെ ഇപ്പോൾ ആരൊക്കെ ഈ നൊവേന ചൊല്ലുന്നോ അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ യേശുവിന്റെ രക്തം ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്ന് വീഴുന്നതായിട്ട് അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാൽവരിയുടെ ബലി വീണ്ടും പുനരാഗമിക്കുന്നു. പരിശുദ്ധ അമ്മ ആ ബലിയുടെ അടുത്ത് നിന്ന്, ആ ഗാഗുൽത്തായുടെ കുരിശിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ നിന്റെ കുടുംബത്തിന്റെ അടുത്ത്, നിന്റെ വീടിൽ, നിന്റെ അരികെ നിന്ന് നീ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിന്റെ അരികിൽ പരിശുദ്ധ അമ്മയുണ്ട്. അമ്മയുടെ മകന്റെ തിരുരക്തം കൊണ്ട് കഴുകി സകല പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുകയും ഇനി ഒരിക്കലും പിശാചി നിന്റെ ഭവനത്തിൽ കയറി വരാതിരിക്കാനായി നിന്റെ വീടിന്റെ 4 അതിരുകളിലും അമ്മയുടെ മകന്റെ തിരുരക്തം കൊണ്ട് കഴുകി ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിൽ പങ്കെടുക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനന്ത വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ കുരുക്കഴിക്കും മാതാവേ, ഞങ്ങളെ യോഗ്യരാക്കണമേ കുരുക്കഴിക്കും മാതാവേ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും, ഭാഗ്യവതി നീ എന്നും, ഭാഗ്യവതി നീ എന്നും. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയമകളായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ പൈശാചിക ബന്ധനങ്ങളാകുന്ന കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പുത്രനായ ദൈവമേ, അങ്ങയുടെ പ്രിയമാതാവായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ പൈശാചിക ബന്ധനങ്ങളാകുന്ന കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ പൈശാചിക ബന്ധനങ്ങളാകുന്ന കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. ആമേൻ. ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ മാറ്റി സമൃദ്ധിയുടെ സന്തോഷം നൽകുന്ന കുരുക്കഴിക്കുന്ന മാതാവ്, പൂർണ്ണമായും ജീവന്റെ സമൃദ്ധിയേകുന്ന നസ്രായന്റെ അമ്മയായ കുരുക്കഴിക്കുന്ന മാതാവേ, പലവിധ ജീവിതോപാധികളുടെ കുരുക്കുകൾ ഞങ്ങളെ അലട്ടുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വഴികൾ എല്ലാം അടഞ്ഞിരിക്കുന്നു. അമ്മേ കുരുക്കഴിക്കുന്ന മാതാവേ, നിന്റെ മധ്യസ്ഥതയിൽ യേശുവിൻ്റെ അനുഗ്രഹധാര തുറന്നൊഴുകട്ടെ. ദാരിദ്ര്യം സമൃദ്ധിയിലും പ്രയാസം അനുഗ്രഹത്തിലുമായി മാറിപ്പോകട്ടെ. തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പുതിയ വഴികൾ തുറന്നു തരികയും കഷ്ടതയനുഭവിക്കുന്നവർക്ക് സഹായം ലഭിക്കുകയും ചെയ്യട്ടെ. ദാരിദ്ര്യം മൂലം വന്നുപോയ ഭയവും നിരാശയും നിറഞ്ഞ ജീവിതക്കുരുക്കുകൾ അഴിച്ചുമാറ്റി ഞങ്ങളെ ആനന്ദചിത്തരാക്കണമേ. ആമേൻ. ഈ സമയത്ത് മാതാവിനോട് ചേർന്ന് ഈ 5 വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ മറിയം വഴി കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ കടബാധ്യതകൾ, സാമ്പത്തിക ദുരിതങ്ങൾ അതൊന്ന് എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബം അനുഗ്രഹത്തിൻ്റെ കുടുംബമാക്കി മാറ്റണമേ. ജോബിന് അവൻ്റെ അനുഗ്രഹം, ഐശ്വര്യം കർത്താവ് തിരിച്ചു നൽകിയതുപോലെ ഈ നൊവേന ചൊല്ലുന്നതിൽ ഭൂരിഭാഗം പേരും 33 ദിവസം ഈ നൊവേന ചൊല്ലുമ്പോൾ അതിൽ വലിയ ഒരു അത്ഭുതം നടക്കേണ്ട മേഖലയാണ് ഈ സാമ്പത്തിക മേഖലകളിൽ. ഒത്തിരി മക്കൾ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, അച്ഛാ കടബാധ്യതയാണ്, 2.5 കോടി 3 കോടിയൊക്കെ കടബാധ്യതയാണ്, ഞങ്ങൾ മക്കളും ഞങ്ങളും കൂടെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവച്ച. അങ്ങനെയൊക്കെ പറയുന്ന മക്കൾക്ക് പരിശുദ്ധ മറിയം വഴി കുരുക്കഴിക്കുന്ന മാതാവേ, നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് മുഖം തിരിച്ചേ, അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയാം, അമ്മയുടെ കരങ്ങളിലേക്ക് ഈ ഒരു കടബാധ്യത ഒന്ന് ഏൽപ്പിച്ചേ. 25 ലക്ഷം കടം, 50 ലക്ഷം കടം, 1 കോടി, 1.5 കോടി കടം, 3 കോടി, 25 കോടി കടമുള്ളവർ വരെ അച്ഛനോട് പ്രാർത്ഥന യാചിച്ചിട്ടുണ്ട്. ഈ നൊവേന 33 ദിവസം ചൊല്ലി തീരുമ്പോൾ ആ കടബാധ്യതയുടെ മേല് 5 വചനങ്ങളുടെ അഭിഷേകത്താൽ വരും ദിവസങ്ങളിൽ ഈ 33 ദിവസം കഴിയുമ്പോഴേക്കും ലോൺ എടുത്ത് അത് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ദാരിദ്ര്യം വിട്ടുമാറുന്നത്, സമാധാനം നിറയുന്നത്, സമ്പത്ത് നിറയുന്നത്, ഞാൻ അവരുടെ കുടുംബങ്ങളിൽ സമൃദ്ധമായ ഭക്ഷണ വിഭവങ്ങൾ നൽകുമെന്ന അങ്ങയുടെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവെ, പരിശുദ്ധ മറിയം വഴി കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന വഴി ഇപ്പോൾ ഞങ്ങൾ 5 വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ കടബാധ്യതകൾ, കടക്കെണികൾ വിട്ടുമാറാനിട വരുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 13-ാം തിരുവചനം. അബ്രാഹത്തെയും അബ്രാഹത്തിന്റെ മക്കളെയും അനുഗ്രഹിച്ച് അവർക്ക് ഐശ്വര്യം നൽകിയ കർത്താവെ, ഇപ്പോൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ദേശത്ത് ഞങ്ങൾ അറിയപ്പെടുന്ന ഐശ്വര്യത്തിന്റെ മക്കളായി കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഐശ്വര്യത്താൽ നിറയപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ വരുന്ന ഭവനങ്ങൾ ഐശ്വര്യത്തിന്റെ ഭവനമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് കുരുക്കുകൾ അഴിക്കുന്ന അമ്മയെ ഞങ്ങളുടെ ഭവനം ഐശ്വര്യത്തിന്റെ ഭവനമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 3-ാം തിരുവചനം.
എത്രയും അധ്വാനിച്ചിട്ടും ഫലമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഒത്തിരി ജോലി ചെയ്തു, പക്ഷെ ആ ജോലി ചെയ്ത് കൂലി കിട്ടാത്ത അവസ്ഥകൾ, 2 വർഷമൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ട് കൂലിയില്ലാതെ ക്ലേശിക്കുന്നവർ, സ്ഥിരനിയമനം ഇല്ലാത്തവർ, ഗവൺമെൻറ് ജോലി കയറാൻ പ്രവേശിക്കാത്തവർ, PSC ലിസ്റ്റിൽ പേര് വന്നിട്ടും അതിൽ കയറാൻ പറ്റാത്ത ചില വ്യക്തികളെ പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ പറയുകയാണ്, നീ ഈ നൊവേന ചൊല്ലുമ്പോൾ നിന്റെ ഈ കുരുക്ക് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അമ്മ അത് ഈശോയിലേക്ക് കൊടുത്ത് നിനക്ക് സ്വർഗത്തിൻ്റെ ഒരു ജോലി നിനക്ക് വാങ്ങിത്തരും. നീ അധ്വാനിച്ച ഒരു കാര്യവും ഫലവത്താവാതെ പോവുകയില്ല, എല്ലാം ഫലദായകമായി തീരും, ഒന്നും പാഴായി പോവുകയില്ല. പാഴായി പോയതിനെ ഓർത്ത് സങ്കടപ്പെടുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ നൊവേന ചൊല്ലുന്നുണ്ട്. അവരോട് പറയുന്നത്, നിരാശപ്പെട്ടല്ല നീ പ്രാർത്ഥിക്കേണ്ടത്, പ്രത്യാശയോടെ പ്രാർത്ഥിച്ചോ. കർത്താവ് അത് നിന്റെ വിയർപ്പ്, നിന്റെ അധ്വാനം സ്വർഗം കാണുന്നു എന്ന് അവിടുന്ന് ഉറപ്പ് തരുന്നു. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു വലിയ പ്രത്യാശയുടെ ഒരു കാറ്റ്, ഒരു കുളിർക്കാറ്റ് അച്ഛൻ കാണുന്നത് ഇങ്ങനെയാണ്. ഈ നൊവേനയിൽ നിങ്ങളെ സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. നല്ല തീക്കാറ്റായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊരു പ്രത്യാശയുടെ കാറ്റ്, കുളിർക്കാറ്റ്, പരിശുദ്ധാമ്മ മഞ്ഞുകാറ്റ് പോലെ അമ്മ വന്ന് അനേകം മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണുന്നു. നമുക്ക് അമ്മയോട് ചേർന്ന് അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4-ാം അധ്യായം 19-ാം തിരുവചനം. ഇപ്പോൾ നമ്മൾ കേട്ട വചനത്തിന്റെ അഭിഷേകത്തോടുകൂടെ കടക്കിണിയിൽ പെട്ട് വീട് നഷ്ടപ്പെടുന്ന, ജപ്തിയിൽ കഴിയുന്ന ഭവനങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടി ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം വീടില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, ഈ 33 ദിവസം നൊവേന ചൊല്ലി തീരുമ്പോൾ അമ്മയുടെ മകന്റെ സംരക്ഷണം ലഭിച്ച് നസ്രത്തിലെ പോലെ ഒരു ഭവനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചോ. പരിശുദ്ധ മറിയമേ, ഇപ്പോൾ ഈ നൊവേന ചൊല്ലി തീരുന്നതിന് മുമ്പ് അത് എഴുതിയിടാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് സ്ഥലം നൽകി ഞങ്ങളുടെ കടബാധ്യതകൾ മാറി ജപ്തി മാറ്റി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കാം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ചില കുടുംബങ്ങളിലൊക്കെ എപ്പോഴും പ്രാർത്ഥനയുണ്ട്, ധ്യാനത്തിന് പോകുന്നുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, ജപമാല പ്രാർത്ഥനകളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന മക്കളെ പരിശുദ്ധ അമ്മ ഇപ്പോൾ കാണുന്നുണ്ട്. വേദനിക്കുന്നവരുടെ കണ്ണീര് പരിശുദ്ധ മറിയമേ ഈ സമയത്ത് കണ്ട് ഉള്ളിലൊതുക്കുന്ന വേദനകൾ അറിയുന്ന പരിശുദ്ധ മറിയമേ, കണ്ണീര് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസമായി തീരാൻ ഈ വചനം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു, അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. സങ്കീർത്തനം 65-ാം അധ്യായം 11-ാം തിരുവചനം. ഇപ്പോൾ കേട്ട ഈ വചനത്തിലെ പോലെ കുറേ മക്കൾ ഈ നൊവേന ചൊല്ലുന്ന സമയത്ത് അച്ഛന് കാണിക്കുന്നത് ഇങ്ങനെയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു അഭിഷേകത്തിൻ്റെ രഥം ഇങ്ങനെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നിറഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇങ്ങനെ നൽകുന്നത്, സമ്പത്തായിട്ട്, ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട്, സമൃദ്ധിയായിട്ടൊക്കെ നൽകുന്നത് കാണാണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വിശ്വസിച്ച് നന്നായി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏത് ആഗ്രഹങ്ങളാണുള്ളത് അത് ഈ സമയത്ത് പ്രാർത്ഥിച്ചോ. ഈ നന്മ നിറഞ്ഞ മറിയത്തിലൂടെ നീ ചൊല്ലി തീരുമ്പോൾ അതിനെല്ലാം നിനക്ക് വലിയ സംരക്ഷണം നിനക്ക് ലഭിക്കും. ഇടവേടെ അടുത്ത് പറഞ്ഞു, നിന്റെ ഭവനത്തിൽ എണ്ണയില്ലെങ്കിൽ, നിന്റെ ഭവനത്തിൽ അരിമാവില്ലെങ്കിൽ കൊണ്ടുവാ, ആ കാലി കൊണ്ടുവാ എന്ന് പറഞ്ഞ് ആ കാലി കൊണ്ടുവന്ന പാത്രങ്ങളിൽ നിറച്ചു കൊഴുത്തതുപോലെ 12 കൊട്ട നിറയെ ശേഖരിക്കത്തക്ക രീതിയിലുള്ള ഒരു അത്ഭുതം, പുതുവീഞ്ഞിൻ്റെ ഒരു അഭിഷേകം നിറഞ്ഞതുപോലെ ആ കൽഭരണികൾ, പൊട്ടിയ കൽഭരണികൾ പോലെയുള്ള ജീവിതങ്ങൾ, അതിൽ 6 കൽഭരണികളിലും നിറയെ കർത്താവിൻ്റെ സമൃദ്ധി നിറഞ്ഞതുപോലെ കാനായിലെ കുടുംബം സന്തോഷിച്ചതുപോലെ ഒരു അനുഭവം ഈ സമയത്ത് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനന്ത വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ, മിശിഹായുടെ അമ്മേ ഭാഗ്യവതി നീയെന്നും
ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ കുരുക്കഴിക്കും മാതാവേ, ഞങ്ങളെ യോഗ്യരാക്കണമേ കുരുക്കഴിക്കും മാതാവേ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും, ഭാഗ്യവതി നീ എന്നും, ഭാഗ്യവതി നീ എന്നും. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയമകളായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റണമേ. പുത്രനായ ദൈവമേ, അങ്ങയുടെ പ്രിയമാതാവായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റണമേ. ആമേൻ. കർത്താവേ കനിയണമേ, കനിയണമേ, മിശിഹായേ കനിയണമേ, കനിയണമേ, റൂഹായേ കനിയണമേ, കനിയണമേ.
ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. വാഗ്ദാനത്തിൻ പേടകമേ ഉഷകാലത്തിൻ താരകമേ, വാഗ്ദാനത്തിൻ പേടകമേ ഉഷകാലത്തിൻ താരകമേ, പാപികൾക്കെന്നും ആശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി തിരുസുതനോടെന്നും. അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. വിശ്വാസത്തിൻ തീക്കനലേ കനിവിൻ കന്യകയായവളെ, വിശ്വാസത്തിൻ തീക്കനലേ കനിവിൻ കന്യകയായവളെ, ശ്രീഹർക്കാശ്രയമെന്നും നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി തിരുസുതനോടെന്നും. അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. വേദസാക്ഷികൾക്കമ്മ നീ ശാന്തിയേകും രാജ്ഞിനി, വേദസാക്ഷികൾക്കമ്മ നീ ശാന്തിയേകും രാജ്ഞിനി, ക്രിസ്ത്യാനികളുടെ സഹായമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി തിരുസുതനോടെന്നും. അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദിവ്യ കുഞ്ഞാടം മിശിഹായേ, ഞങ്ങൾ തൻ പാപങ്ങൾ പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദിവ്യ കുഞ്ഞാടം മിശിഹായേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദിവ്യ കുഞ്ഞാടം മിശിഹായേ, ഞങ്ങളെ എന്നും അനുഗ്രഹിക്കണമേ. ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുരുക്കുകളും ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ മറിയം ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഏറ്റവും കൃപയുടെ സമയമാണ്. ഏറ്റവും ആഗ്രഹത്തോടുകൂടെ എല്ലാവരും അച്ഛൻ ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കും. അനേകം ലക്ഷം മക്കൾക്ക് സൗഖ്യം കൊടുത്ത പ്രാർത്ഥനയാണ് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന. ഇത് സ്വർഗം നേരിട്ട് നമുക്ക് നൽകുന്ന അഭിഷേക സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊക്കെ തടസ്സങ്ങളാണോ, വിസ തടസ്സങ്ങളുള്ളത്, വിദേശത്തേക്ക് പോകാൻ പറ്റാത്തവർ, തൊഴിൽ മേഖലകളിലെ തടസ്സങ്ങൾ, പഠന മേഖലകളിലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേകതകൾ, അതുപോലെ തന്നെ ശാരീരിക വൈകൃതങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സമയത്ത് ഏൽപ്പിക്കുകയും അടുത്ത 33 ദിവസത്തിനുള്ളിൽ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ കെട്ടുകൾ അഴിച്ച് പൂർണ്ണമായ ഒരു ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന കുരുക്കഴിക്കുന്ന മാതാവേ, അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ എളിമയോടുകൂടെ പിതാവായ ദൈവത്തിന്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ മാതൃത്വവും ആത്മാവിന്റെ അഭിഷേകവും സ്വീകരിച്ചുവല്ലോ. അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ തിന്മയൊരിക്കലും കീഴടക്കാൻ ഇടവരുത്തരുതേ.
ഇടവരുത്തരുതേ. എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ നീ അത്ഭുതകരമായി കാത്തുരക്ഷിക്കണമെന്നും നിന്റെ മകനിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും നീ വഴി ഉത്തരം ലഭ്യമാവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഓ കുരുക്കഴിക്കുന്ന മാതാവേ, അപേക്ഷയുമായി വരുന്ന ഞങ്ങളെ എന്നും ഉപേക്ഷിക്കാത്ത മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ രക്ഷിക്കണമേ. ഞങ്ങൾ എത്രയോ നിസ്സഹായരാണെന്ന് അമ്മേ നീ അറിയുന്നുവല്ലോ. തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളുടെ ഈ നാട നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാകില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു. നിന്റെ കരങ്ങൾക്ക് അഴിക്കാനാകാത്ത കുരുക്കുകളില്ലെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ രക്ഷകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഞങ്ങളുടെ എല്ലാ കുരുക്കുകളും നീ കയ്യിലെടുക്കണമേ. ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാം. ഏതാണോ നിന്റെ കുരുക്ക് അതിപ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അമ്മ ഇരു കരങ്ങൾ നീട്ടി എൻ്റെ കുഞ്ഞ് നിന്റെ എല്ലാ കുരുക്കുകളെയും അമ്മയ്ക്ക് തന്നേ. അമ്മ അത് അമ്മയുടെ മകൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എൻ്റെ മകൻ അത് അഴിച്ചു മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കരയേണ്ട, സങ്കടപ്പെടേണ്ട, നീ എന്തിനാണ് ഇത്രയും വിഷാദിക്കണേന്നൊക്കെ പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്. അമ്മോട് പറയും, അമ്മേ ഈ കുരുക്കുകൾ കാരണം ജീവിതം ഇങ്ങനെ ഇരുളിലായിപ്പോയ അവസ്ഥയാണ്. അമ്മ ഈ പ്രാർത്ഥനയിലൂടെ എനിക്കൊരു സൗഖ്യം തരണം. അമ്മയുടെ മകൻ്റെ സൗഖ്യം വേണം അമ്മ. എനിക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അമ്മേ, ഇപ്പോൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഇത്രയും വില കൊടുത്ത് ഇത്രയും സമയം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ പ്രിയമക്കൾ ഏത് കുരുക്കുകളാണോ സമർപ്പിക്കുന്നത് അമ്മ അത് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കുരുക്കുകൾ അഴിയാനിട വരുത്തണമേ എന്ന് ഏറ്റു പ്രാർത്ഥിക്കും. മഹത്വത്തിനായി ഈ കുരുക്കുകൾ എന്നേക്കുമായി അഴിച്ചു കളയണമേ. ഞങ്ങളുടെ ബലഹീനതയുടെ ശാക്തീകരണവും ഞങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ നിർമാർജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും ശ്രവിച്ച് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ. ആമേൻ. സമാപന പ്രാർത്ഥന. ഓ കുരുക്കഴിക്കുന്ന മാതാവേ, നിന്റെ കരുണാപൂർണമായ കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ജീവിത കുരുക്കുകളും ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. പാപത്തിൻ്റെ ബന്ധനങ്ങളും വ്യാധിയുടെ വേദനകളും കുടുംബത്തിലെ ഭിന്നതകളും സാമ്പത്തിക അഭാവങ്ങളും ബന്ധങ്ങളിലെ മുറിവുകളും ജോലിയില്ലാതെ വലയുന്ന അവസ്ഥയും മദ്യപാനത്തിൻ്റെ കുരുക്കുകളും ജഡിക പാപത്തിൻ്റെ അടിമത്ത കുരുക്കുകളും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരും ഒറ്റപ്പെടലുകളും അനാവശ്യ ഭയപ്പാടുകളുമെല്ലാം അമ്മേ നീ അറിയുന്നുവല്ലോ. അമ്മേ, നീ നിന്റെ കരുണയുള്ള കണ്ണുകളാൽ ഞങ്ങളെ കടാക്ഷിക്കണമേ. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മാതാവേ, ഈ അത്ഭുത പ്രാർത്ഥന മുടങ്ങാതെ 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും നിയോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ
സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ നീ വഴി സംജാതമാക്കണമേ. കന്യകമാരുടെ രാജ്ഞിയായ വിവേകമതിയായ കന്യകെ, നിന്റെ മക്കൾക്ക് നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണവും നിന്റെ മകൻ്റെ അത്ഭുതവും നുകരുവാൻ ഭാഗ്യമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിൻ്റെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ അസാധ്യമായ കാര്യങ്ങൾ ഈ 33 ദിവസത്തിൽ സാധ്യമാകുന്ന ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ ജീവിതമാകാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെയും റോസാമിസ്റ്റിക്ക മാതാവിൻ്റെയും വേളാങ്കണ്ണി മാതാവിൻ്റെയും മാധ്യസ്ഥത്താൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോ ഇപ്പോൾ നമ്മളിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഖ്യ 6:24 കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ പരിപാലിക്കും, കർത്താവ് നിനക്ക് സമാധാനം നൽകും. ഈ വചനത്തിൻ്റെ അഭിഷേകത്തോടുകൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിച്ച എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. കുരുക്കഴിക്കും മാതാവേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. കുരുക്കഴിക്കും മാതാവേ. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും. ഭാഗ്യവതി നീയെന്നും. ഭാഗ്യവതി നീയെന്നും. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീയെന്നും.